ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആപത്തോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞാലും ഒക്കെ പല 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 നേർച്ചകൾ നേരും, പൂജകൾ നടത്തും, മന്ത്രവാദം കൂടോത്രം ആ റേഞ്ചിലേക്കൊക്കെ പോവും. പിന്നെ ചിലപ്പോൾ ഒരു തീർത്ഥാടന യാത്ര നടത്തും. അത് എവിടോട്ടൊന്നുമില്ല. ഏത് വിശ്വാസത്തിൻ്റെ അടുത്തും ചെന്ന് കയറി എന്തും ചെയ്യാൻ വിശ്വാസിക്ക് യാതൊരു മടിയുമില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അതുപോലെ തന്നെ നന്മ ചെയ്യും. നല്ല നന്മ പ്രവർത്തികൾ ചെയ്യും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് അറിഞ്ഞപ്പോൾ തൊട്ട് ഇവിടെ ചില നടന്മാർ ഓവറായിട്ട് ഭക്തി കാണിക്കുകയും അതുപോലെ തന്നെ ഭയങ്കര നന്മ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരാളെ എനിക്കറിയാം, അയാൾ ശത്രു സംഹാര പൂജ ചെയ്തു. അതുപോലെ തന്നെ ഭയങ്കര നന്മ പ്രവർത്തികൾ കുറേ എണ്ണം അടിച്ചങ്ങ് വിട്ട്. ആരും പറഞ്ഞിട്ടില്ലാത്ത പ്രത്യേക രീതികൾ, മറ്റാരും സഞ്ചരിച്ചിട്ടില്ലാത്ത ചില ദുരന്ത ഭൂമികളിലൂടെയൊക്കെ സഞ്ചരിച്ചാണ് നന്മകൾ ചെയ്തത്. അതുകൂടാതെ അതിന് തൊട്ട് മുമ്പ് 2 മാസം മുമ്പ് ശത്രു സംഹാര പൂജ ചെയ്തു. പിന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും പേടി തോന്നിയാൽ അവർ പനി പിടിക്കും, വയറിളകും, അങ്ങനെയുള്ള പല സംഭവങ്ങളും കാണിച്ചു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് വന്ന് നിന്ന് പുള്ളി എന്തൊക്കെയോ പറയുന്നത്. ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവിടെ ആയാലും കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് നമ്മളെന്തിനാ ഓടുന്നേ, നമ്മളെന്തിനാ ബബ്ബ അടിക്കുന്നേ? ഈ സംസാരം ഓരോരുത്തരും സംസാരിക്കുന്ന കേട്ടാൽ അത് ആരും ആയിക്കോട്ടെ, ഇതിനെപ്പറ്റി സിനിമ നടനോട് എന്ത് ചോദിച്ചാൽ അവർ പറയുന്നത് നമ്മളൊന്നിച്ച് ചെയ്യണം, ഇൻഡസ്ട്രി നശിക്കരുത് എന്നുവെച്ചാൽ ഇതാണ്ട് ഇന്നലെ കണ്ട് നശിച്ച പോലെ അവർ സംസാരിക്കുന്നത്. അത് ഇന്നലെ നശിച്ച കഥയല്ല ആൾക്കാർ പറയുന്നത്. കുറേ വർഷങ്ങളായിട്ട് ഒരു 10-30 വർഷത്തെ കഥ പറയുക. ഇന്ന് ഇത് അറിഞ്ഞതുകൊണ്ടാണ് നശിച്ചതെന്ന്. അതുവരെ സൂപ്പറാണ്, അവർക്കത് സൂപ്പറാ. പക്ഷെ വേറെ ചില ആളുകൾക്ക് അത്ര സൂപ്പർ അല്ലായിരുന്നു. അതുകൊണ്ടാണ് പ്രശ്നം. ഇതൊന്നും നശിപ്പിക്കരുതേ, ഞങ്ങളെല്ലാവരും നമുക്കൊന്നിച്ച് നിൽക്കണമെന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം അറിയാതെ പറഞ്ഞും പോയി. നമ്മളിത് പുറത്തറിയാതെ നോക്കണം. പൊതുജനം ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അവരറിയാതിരിക്കേണ്ടതാണ്. നമ്മൾ അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണോ എന്നറിയത്തില്ല, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇങ്ങനെ ഒരു ഡയലോഗ് അറിയാതെ വന്നു പോകുന്നത്. മീഡിയ പിന്നെ വളരെ കൃത്യമായിട്ട് അത് മുക്കിക്കൊടുത്തു. അതിനെപ്പറ്റി ആരും ഒന്നും പറഞ്ഞില്ല. അത് നമുക്ക് മനസ്സിലായില്ല. ചെറുത്താനൊക്കെ എന്തെങ്കിലും പറഞ്ഞെടുത്ത് 10 പ്രാവശ്യം വന്ന് അത് തന്നെ വിളിച്ചു പറയും. അതെന്താ അങ്ങനെ? എന്താണെങ്കിലും കൊള്ളാം. മൊത്തത്തിലൊന്ന് കൂട്ടി വായിക്കുമ്പോൾ എന്തിനാണ് ഇവരൊക്കെ പേടിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എവിടെയാണെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, നമ്മളിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നതെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാനാണ് ഈ സ്ഥലത്ത് നിൽക്കുന്നതെങ്കിൽ എനിക്കിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും 100% ഇല്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും തിരിച്ച് പറയും. അതാരാന്ന് എനിക്കും അറിയത്തില്ലോ, ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്ന ആരാന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ആരൊക്കെ കാണുമെന്നുള്ളത് അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു സംശയം തോന്നിയടാ, നീ ഉണ്ടോടാ, നീ ഉണ്ടോ? ഹേമ കമ്മിറ്റി ഇല്ലല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം. നീ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാവും. കാരണം നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ച് നടക്കുന്നു, താൻ കയറി പെടുന്നു, അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ കൂട്ടുകാർ പലരും പെടുന്നതുകൊണ്ടും ആവാം അല്ലേ? സുഹൃത്തുക്കളുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇവരെയൊക്കെ ചോദ്യം ചെയ്ത് അറിയാം കൃത്യമായിട്ട് ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്. തെളിവെടുപ്പിനെ കൊണ്ടുപോയാൽ മതി. ഒരു ദിവസം എത്തും. എന്നിട്ട് പോയി അവിടെ ചെന്നിട്ട് ട്രൈപ്പോഡോ എന്തോ ആയിരിക്കും ഒരു എടുത്തോണ്ട് വരുന്നത്, കുലുക്കി സർബത്ത്, അച്ചാറ്, ഇത് രണ്ടും എടുത്തോണ്ട് വരണം. അങ്ങനെയൊക്കെ. അതുകൊണ്ടല്ലേ ഈ പറഞ്ഞ പോലെ ഒരു എന്തിനാ ഭയക്കുന്നേ? ഞാനും ഇല്ല, എൻ്റെ കൂട്ടുകാരും ഇല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പറയുന്നത് എന്താ കുഴപ്പം? ഞാൻ പറയണത് അത് കൊണ്ടുവരണം, കാണണം, എന്താ അതിന് കുഴപ്പം എന്താ? പെട്ടെന്ന് തന്നെ നടപടി എടുക്കണമെന്ന് നമ്മൾ മുന്നിട്ട് ഇറങ്ങണം. കാരണം നമ്മളോടൊപ്പം ഇതേപോലെ തന്നെ ഇവിടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഇത് വരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചാടി ഇറങ്ങും. കൂട്ടുകാർ അല്ലെങ്കിൽ പോലും ഇങ്ങനത്തെ ദുരന്തങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരെ ഒന്നും വിടാൻ എനിക്ക് താല്പര്യമില്ല, ഉള്ള കാര്യം പറയാമല്ലോ. ഇതുവരെയായിട്ടൊരു 3-4 കേസ് ഞാൻ കൊടുത്തിട്ടുമുണ്ട്. അതിൻ്റെ റിസൾട്ടും ഉണ്ടായിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് ഈ അഖിൽമാരൊന്നും പറഞ്ഞ് നടക്കുന്ന പോലെ അവിടെ ഇരുന്ന് പറയും ഇവിടെ നിന്ന് പറയാൻ ചെയ്തിട്ടുമില്ല. മനസ്സിലായി? കേസ് കൊടുക്കും, അറസ്റ്റ് ചെയ്യിക്കുമല്ല അറസ്റ്റ് ചെയ്യും, അതുവരെ നമ്മൾ പുറമേ നടക്കും. കേസും അങ്ങ് കോടതിയിൽ എത്തുന്ന വരെ ഫോളോ ചെയ്യും. അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ വേണം. നമുക്ക് പരിചയമില്ലാത്തവരാണെങ്കിൽ പോലും ഒരു അപകടത്തിൽപ്പെട്ടാൽ നമ്മൾ അവരെ സഹായിക്കണം. ആരെങ്കിലും അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള നിയമ നടപടികളിലേക്ക് എത്താൻ അവരെ സഹായിക്കണം. അതിൽ എത്രയും വേഗം ചെയ്യാൻ പറ്റുമോ അത്രയും വേഗം ചെയ്യണം. അതിനെന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കാതെ പുറത്തിറങ്ങി വന്ന് നിന്നിട്ട് നമുക്കെല്ലാവർക്കും കൂടെ വേണ്ട, അതൊന്നും ആരും അറിയാതിരിക്കാൻ നോക്കാമെന്ന് പറയുന്നിടത്ത് ഈ ഇരകൾക്കൊപ്പം ഒരു തുള്ളി പോലും ഒരു സെക്കൻഡ് പോലും ഇരകൾക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾ കേട്ടോ? ചുമ്മാ ആളെ പറ്റിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു, പക്ഷേ ആത്മാർത്ഥത ഇല്ലാത്തൊരു ഒരു അവസ്ഥയായിപ്പോയി അത്. എന്താണെങ്കിലും കൊള്ളാം. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ആരെയാ പേടിക്കുന്നേ? നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഇതിനകത്തൊക്കെ എന്തോ എഴുതി വെച്ചേക്കുന്നത്. നിങ്ങളൊന്നും കാണാതെ നടക്കത്തൊന്നുമില്ല. പിന്നെ അതിന് മുമ്പ് ഒരു സംശയം കാണും, ഇനി എന്നെപ്പറ്റി എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞാലോ എന്ന്. അതിനായിരിക്കും ശത്രു സംഹാര പൂജയൊക്കെ നടത്തി. എന്നിട്ട് ആകെ പെട്ടത് കൂട്ടുകാരായ തൊട്ടപ്പുറത്ത് പോയിരിക്കുന്ന 2 പേര്.
കൂടെ സന്തത സഹചാരിയായ സ്വന്തം ട്രസ്റ്റിന്റെ മാനേജറും ഡയറക്ടറായ ആൾ പണത്തട്ടിപ്പ് കേസിൽ അകത്താവുന്നു. അത് കഴിഞ്ഞപ്പോൾ സ്ത്രീകളോട് അപമര്യാദ പറയുന്നു, ഏണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് വേറെ കേസ് വരുന്നു. പിന്നെ ആളെ കണ്ടിട്ടേ ഇല്ല. ഏതോ ഒരു രവി, കേരളത്തിൽ ഒറ്റൊരാളേ ഉള്ളൂ റിട്ടയറായിട്ട് വന്നേക്കുന്ന പട്ടാളക്കാരൻ, വേറെ എല്ലാം ആർക്കും ഇല്ല ഈ കുഴപ്പം. ബാക്കിയുള്ളവരെല്ലാം മര്യാദയ്ക്ക് ജീവിക്കുന്നു. എന്നിട്ട് അവന്മാർ പറയുക ഞാൻ പട്ടാളത്തെ അവമാനിച്ചെന്ന്. പിന്നെ കൂടെ ഉണ്ടാകുന്ന സെക്രട്ടറി, പ്രസിഡന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്ത് രസമല്ലേ. കൂടെ ഉണ്ടാകുന്ന സെക്രട്ടറി, നിങ്ങൾ നോക്കിയേ, ഈ ടീമിനകത്ത് ഒന്നിച്ചഭിനയിച്ചുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാർ ആണിപ്പോൾ പറഞ്ഞേക്കുന്നത്. ഇവരുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്നും ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. അതിനകത്ത് ഇനിയും ബാക്കി ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് പലതും അറിയായിരിക്കും. ഇത്രയും പേരും പോയി. സെക്രട്ടറി മറ്റേ ഈ പറഞ്ഞ എന്താ പറഞ്ഞ പ്രസിഡന്റിനെ പറ്റി പറഞ്ഞാൽ ഭയങ്കരമായ ആക്ഷൻ എടുക്കുന്ന സെക്രട്ടറി ഉണ്ടാകുന്നു. അങ്ങനെയൊന്നും ആർക്കും റെഗുലേറ്റഡ് ഫ്രീഡം എന്നൊക്കെ പറഞ്ഞ സെക്രട്ടറി ഉണ്ട്. പക്ഷെ സെക്രട്ടറിക്ക് ഒരു പ്രശ്നം പറയുമ്പോൾ എന്താണെന്ന് അറിയത്തില്ലെന്ന് പറയുന്ന പ്രസിഡന്റ്. വാവ്, എന്ത് രസമല്ലേ അവർ തമ്മിലുള്ള ബന്ധം നോക്കി. അതങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതൊക്കെ. അതായത് ആരും എന്തും പറയാമെന്നൊന്നും വിചാരിക്കരുത്. ഇവിടെ ഒരു നാഥനുണ്ടെന്നോ കാർന്നവരുണ്ടെന്നൊക്കെ. അപ്പോൾ സെക്രട്ടറി പ്രസിഡന്റിന് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു, പ്രസിഡന്റിന് വേണ്ടി വർക്ക് ചെയ്തു. പക്ഷേ സെക്രട്ടറി പ്രസിഡന്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിൽ പോലും അതിനെപ്പറ്റി അറിയത്തില്ലെന്നാണ് പറയുന്നത്. മറ്റേതൊക്കെ വെച്ച് വർഷങ്ങളായിട്ട് ഒന്നിച്ച് അഭിനയിച്ച് മറ്റൊരു സുഹൃത്ത് കുറേ കേസുകളായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്, അതും അറിയത്തില്ല. എനിക്കൊന്നിനും ഉത്തരവില്ല, ചോദ്യങ്ങൾ എന്താണെന്ന് പോലും അറിയണ്ട. അതിനു മുമ്പേ ഉത്തരവില്ലെന്ന് പറഞ്ഞ ആദ്യത്തെ പരീക്ഷാർത്ഥി എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിന് 0 മാർക്ക് കൊടുത്ത് ഒരു 2 ക്ലാസ് പുറകിലേക്ക് ഇറക്കിയിരുത്തി പഠിപ്പിക്കണം, പ്രൊമോട്ട് ചെയ്യണം. എന്നിട്ട് വീണ്ടും പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ വീണ്ടും വന്ന് വീണ്ടും 0 മാർക്ക് മേടിക്കും. അതല്ലേ എൻ്റെ ശരി. ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഉത്തരങ്ങളില്ല എന്ന് വെളിപ്പെടുത്തി എന്ന് പ്രഖ്യാപിച്ച ആ ഹീറോയിസം ഉണ്ടല്ലോ, അതും പൊക്കിയെടുത്തോണ്ട് കുറച്ച് ഫാൻസ് കിടപ്പുണ്ട്. ഹീറോ ചോദിക്കണ്ട, എൻ്റെ കയ്യിൽ ഉത്തരമില്ല. ചോദിക്കാൻ നിങ്ങൾ പ്രിപ്പയർ ആണെന്ന് എനിക്കറിയാം, ചോദ്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഉത്തരമില്ല. പറയാതിരിക്കാൻ ഞാൻ പ്രിപ്പയർഡ് ആണ്. നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ഉത്തരം പറയാതിരിക്കാൻ ഞാൻ പ്രിപ്പയർഡ് ആണെന്ന്. അതെങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? ചിലവന്മാർ എനിക്കിട്ടൊരു റോൾ ഇറക്കിയാതായിട്ട്. അതെങ്ങനെയാന്ന് വെച്ചാല് പോലീസ് പിടിച്ച സീൻ ഉണ്ടായപ്പോൾ ഒളിവിൽ പോയെന്ന് അടിച്ചു വിട്ടപ്പോൾ ആരാണ്ട് അതിനെപ്പറ്റി ട്രോൾ ഉണ്ടാക്കി. ഒളിവിൽ പോയാലും സത്യമല്ല, കള്ളവാർത്തയാണ്. പിന്നെ എന്താ പിടിക്കാനാണ് പാവങ്ങൾ, ഒളിച്ചിരിക്കാനാണ് അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നെങ്കിൽ ഉത്തരങ്ങൾ പറയാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നെങ്കിൽ ഉത്തരം പറയാതിരിക്കാൻ ഞാനും തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നതാണോ എന്തൊരു നാണക്കേനോ എന്നെങ്ങനോ മോനെ മോനെ വിളിച്ച് ഇപ്പൊ നാട്ടിലുള്ള പിള്ളേരൊക്കെ അപ്പനെയൊക്കെ മോനെന്നാ വിളിക്കുന്നത്. മോഹൻലാല് വല്യപ്പനെ വരെ പുള്ളി മോനെന്നാ വിളിച്ചത്. മുന്നേ എന്നെ മുന്നേ എണ്ണ കളിക്കും, കൊച്ചുമോനെ എന്താ എന്നെ മുന്നേ മുന്നേ എല്ലാരെയും കുടുംബത്തിലുള്ള സകല മനുഷ്യരും മോനെന്ന് വിളിക്കുന്നത്. പിന്നെ മോനല്ലേ, എന്നെ മോൻ വല്ലാത്തൊരു മോനായിപ്പോയി. ഏതൊക്കെ കാണിക്കുന്നതാണ് വലിയ സംഭവം. ആ കോട്ടൊക്കെ ഇടിച്ച് ഇതിനെ ഒരു വേഷം കെട്ടിച്ച് ഇറക്കി വിടും ഓരോ സ്ഥലത്തോട്ട്. അന്ന് ആരാണോ വേഷം ഇടിച്ചത്, ഇപ്പോഴായിട്ട് ഈ വേഷം ഒരു ഭയങ്കര കോമഡി ആയിക്കോ. ശുഭദിനം ആ കോട്ടൊക്കെ ഇട്ട് വന്നേക്കുക. ഇത്രയും മണ്ടത്തരങ്ങൾ ഒരുമിച്ച് പറയാൻ ആരെ കൊണ്ട് പറ്റും? എങ്ങനെ സാധിക്കുന്നത് എനിക്ക് മനസ്സിലാകത്ത്. ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥ. മിണ്ടായിരുന്നൂടെ എന്നാൽ പിന്നെ മിണ്ടായിരുന്ന ഒരു കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് വിട്ടു പോകും, അത്രേ ഉള്ളൂ. ഇത് പറയണമെന്നുള്ളത് ഇത്ര നിർബന്ധം തന്നെ. പ്രസിഡന്റ് എന്ന് പറയണമെന്ന് ശരിയാ, എന്നാലും വയ്യ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് വേണമെങ്കിൽ വയ്യായി കുറേ ദിവസം വയ്യാതെ കിടന്നാൽ മതിയാണ്. ഇതല്ല, ഡാൻസ് കളിക്കാൻ പോകും, അത് കഴിഞ്ഞ് ഇവിടെ ചാടി വരും, അവിടെ ചാടി കിടക്കും. ഇതെന്തോട്? ഇതാണ് ഈ കുഴപ്പം. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ വൈകാരികമായ ഒരു നിമിഷം അയാൾ കുറച്ച് പേഴ്സണലായിട്ട് എടുത്തു. പൊതുവെ ഇതെല്ലാം അറിഞ്ഞെന്ന് ആര് പറഞ്ഞു അറിഞ്ഞെന്ന് അതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഇതൊന്നും ആരും അറിയാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എത്ര നാളായിട്ട് പ്രയത്നിക്കുകയെന്ന് അറിയാമോന്ന് അങ്ങനെയും പറയാം. അതിൻ്റെ ഒരു പല തരത്തിൽ നമ്മൾ ആലോചിക്കുമ്പോഴേ ആ ചാടി വന്ന ഡയലോഗിന് അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. അപ്പം ശരിയെന്നാൽ കൂടുതൽ അർത്ഥ തലങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം വിട പറയുന്നു. സുഹൃത്തുക്കളെ, നന്ദി നമസ്കാരം. വീണ്ടും കാണുന്നത് വരെ വീണ്ടും എപ്പോൾ വേണേലും കാണാം അല്ലേ? അങ്ങനൊന്നുമില്ലല്ലോ. പിന്നെ കണ്ടില്ലേ എന്തോ നന്ദി എന്തിന് ഇത്ര നേരം വീഡിയോ കണ്ടോണ്ടിരുന്നേനോ? കണ്ടില്ലേലും ഒരു മൈരും